ആരാണ് വർഗീയത പറഞ്ഞത്? എരിയുന്ന വയറിന്റെ തീയല്ല പ്രശ്നം, മതമാണ് പ്രശ്നം. ആ മതത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ ആധാരശില എന്ന് പറഞ്ഞത് നിങ്ങളുടെ നേതാവ് കെ എം ഷാജിയാണ്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിന്റെ ആഭ്യന്തര കൈയാളെന്ന് പറയുമ്പോൾ മാത്രം അത് മുസ്ലിം വിരുദ്ധമാവുന്നത് എങ്ങനെയാണ്? ഈ കലാപങ്ങളുടെ എക്സ്പയറി ഡേറ്റ് നിങ്ങൾ തീരുമാനിക്കുന്ന എപ്പോഴാണ്? ഈ ചർച്ചയിൽ തന്നെ 1000 വട്ടം ഞാൻ കേട്ടല്ലോ, 23 വർഷം മുൻപ് നടന്ന കലാപം, കഴിഞ്ഞു പോയിട്ടുള്ള ഒരു സംഭവം, ഉണങ്ങി തുടങ്ങിയിട്ടുള്ള മുറിവെന്ന്. ഗുജറാത്ത് കലാപത്തെ പറ്റി പറയേണ്ട ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ നിങ്ങൾ ബി.ജെ.പി ആക്രമിക്കാറുണ്ടോ? ഇസ്ലാമി പറയുന്നത് കേരളത്തിലെ ബി.ജെ.പി പോലും ഉന്നയിക്കാത്ത കാര്യങ്ങൾ, ഉപയോഗിക്കാത്ത കാര്യങ്ങൾ CPM എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോ ബെഞ്ച് സിറ്റേഴ്സ് ആയോ? കലിങ്കിലൊക്കെ ഇരുന്ന് കളി കാണുന്ന റോളിലേക്ക് ചുരുങ്ങുമോ? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. കാരണം നോക്കൂ, ഇവിടെ CPM മുസ്ലിം ലീഗിനെ നേരിട്ട് ആക്രമിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നാളെ മുസ്ലിം ലീഗ് ഞങ്ങൾക്കൊപ്പം വന്നേക്കുമെന്ന സാഹചര്യത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് മുസ്ലിം ലീഗിനെ ആക്രമിക്കുന്നതിന് പകരം ജമാഅത്തെ ഇസ്ലാമിനെ അടിക്കുകയാണ്. ശരിക്കും അവിടെ അടിക്കാൻ ഉദ്ദേശിച്ചത് ലീഗിനെ. 2003 ഓഗസ്റ്റിൽ അപ്പോയിന്റ് ചെയ്തതും 2006 ഫെബ്രുവരിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതുമായിട്ടുള്ള തോമസ് പി ജോസഫ് കമ്മീഷന്റെ 452 പേജുള്ള അന്വേഷണ റിപ്പോർട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ കലാപത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും NDF എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനവുമാണ് എന്നുള്ളതാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? IUML 2 നേതാക്കന്മാരെ പേരെടുത്ത് പറയുന്ന റിപ്പോർട്ടാണത്. IUML നേതാവായിട്ടുള്ള മൊയ്തീൻ ഗോയ എന്ന് പറയുന്ന ആളെയും, അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലാ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അന്നത്തെ ചെയർമാൻ ആയിരുന്ന മായിൻ ഹാജി എന്ന് പറയുന്ന ആളെയും പേരെടുത്ത് പറയുന്ന റിപ്പോർട്ടാണ്. എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. 139 പേര് അറസ്റ്റ് ചെയ്തതിൽ 62 പേര് ശിക്ഷിക്കപ്പെട്ടതിൽ ബഹുഭൂരിപക്ഷം പേര് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ്. ഈ കലാപത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ജുമാ മസ്ജിദ് പള്ളിയിൽ കയറി ഒളിച്ചിരുന്നപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടാണ് ലീഗിന്റെ കേന്ദ്ര നേതാവായിരുന്നു, പിന്നീട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആളാണ്. ശിക്ഷിക്കപ്പെട്ടതിൽ RSSകാരുണ്ടായിരുന്നു. ജയരാജൻ, ഞാൻ മുഴുവൻ പറയട്ടെ. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വേറെ ആരും ഇടപെട്ടിട്ടില്ലല്ലോ. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് മുഴുവൻ കേൾക്കാനുള്ള മാന്യത നിങ്ങളും കാണിക്കണം. മാറാട് കലാപം എന്ന് പറയുന്നത് 2 സംഭവങ്ങളാണ്. ഒന്ന് 2002 ജനുവരിയിൽ സംഭവിക്കുന്നതും 2003 മെയ് മാസത്തിൽ സംഭവിക്കുന്നതുമാണ്. 2002 കലാപം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു തർക്കത്തെ തുടർന്ന് പൈപ്പ് വാട്ടർ എടുക്കുന്നത്, ഒരു പബ്ലിക് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 പേര് തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷം, പിന്നീട് അതിനൊരു സാമുദായിക സ്വഭാവം വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം നടക്കുകയും ചെയ്തു. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ആ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് CPM-ന്റെയും BJP-യുടെയും ലീഗിന്റെ ആളുകളെ ശിക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ തിരിച്ചടി എന്നോണം 2003 മെയ് മാസത്തിൽ നടന്നിട്ടുള്ള കലാപം എന്ന് പറയുന്നത് ഏകപക്ഷീയമായിട്ടുള്ള ഹിന്ദു വിരുദ്ധ കലാപമാണ്. അതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ടുള്ള തോമസ് പി ജോസഫ് കമ്മീഷൻ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ മിയർ റിവെഞ്ച് ബട്ട് എ വൺ സൈഡ് അറ്റാക്ക് അഗൈൻസ്റ്റ് എ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി എന്നാണ്. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരമെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? അധികാരത്തിന് വേണ്ടി മാത്രം നടത്തിയിട്ടുള്ളതല്ല, വളരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുടെയും ആസൂത്രണത്തോടെയും ഒരു വിഭാഗം മനുഷ്യർക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണമാണ്.